ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പൂരിയും ബാജിക്കറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പം വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ പുഴുങ്ങിയിട്ട് ഒടിച്ചിട്ടുള്ള 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്, വറുത്തിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഉരുളക്കിഴങ്ങിൻ്റെയും റവൻ്റെയും ഈ ഒരു വെള്ളം തന്നെ ഇതിൽ മതിയാവും. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വേവിച്ച് ഒടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നേരമില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ പരത്തിയെടുക്കാൻ പോവാണ്. പൂരിക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊരു വലുതാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ, വേഗം കഴിയാൻ വേണ്ടിയിട്ട്. ചെറുതുമാണെന്നുണ്ടെങ്കിൽ ചെറുതുമായിട്ടും പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിക്കാണ് ഇത് പരത്തിയെടുത്തത്. തീരെയും കട്ടില്ലാതെ എല്ലാം എന്നാൽ കട്ടി കൂടാനും പാടില്ല. ആ ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് പൊരിച്ച് കോരുന്നത്. എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ താന്ന് പോകുമല്ലോ പൂരി, പക്ഷേ ഇത് കുറച്ച് അങ്ങനെ തന്നെ പൊങ്ങി നിന്നോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറിയൊന്നും വേണ്ട, ഇങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ വറ്റൽമുളകും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇതൊരു പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഷേപ്പൊന്നും നോക്കണ്ട, ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പരത്തിയതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടത്.
പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്. കുറച്ചൊന്ന് ആയതിനു ശേഷം കളർ മാറിയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇതിലൊട്ടും വെളിച്ചെണ്ണ ഒന്നും കുടിക്കൂല. അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും ബാജിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.